കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. New year, new beginnings, new possibilities. May this year bring closer to your dreams and further from your fears. Welcome to Radio Prio's New Year Bash. We are kicking off the new year with a bang, right here at Sun Phenomenas. So tune in for a fun-filled show with great music, inspiring stories, and a number of exciting programs. Let's make this year unforgettable. ഞങ്ങൾ ദേവിക ബിജുവും ജോയ് സായൂജും 10 CD ഡിവിഷനുകളിലെ കൂട്ടുകാരും ഈ കിടിലൻ എപ്പിസോഡിൽ നിങ്ങളോടൊപ്പം കൂടുന്നു. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായിരുന്നു. അധ്യാപകനായി തുടങ്ങി പ്രധാനമന്ത്രി പദം വരെ എത്തിയ മഹത് വ്യക്തിത്വമാണ് ഓർമ്മയാകുന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ തുടച്ച് വാർത്താ ധനമന്ത്രിയായും ലൈസൻസ് രാജ് ഇല്ലാതാക്കിയ ധനമന്ത്രിയെന്നും പേരെടുത്ത ഇദ്ദേഹം സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പാക്കിയതിലൂടെ ശ്രദ്ധേയനായി. ഡോക്ടർ മൻമോഹൻ സിംഗിന് സെന്റ് ഫിലോമിനാസ് കുടുംബത്തിന്റെ കണ്ണീർ പ്രണാമം. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. മലയാളികളുടെ പ്രിയപ്പെട്ട എം.ടിക്ക് വിട. മലയാള സാഹിത്യത്തിന് നിസ്തുലമായ സംഭാവനകൾ നൽകിയ എഴുത്തുകാരനാണ് എം.ടി. വാസുദേവൻ നായർ. എം.ടിയുടെ മലയാള സാഹിത്യം ഒരു കാലത്തെ അടയാളപ്പെടുത്തി. പുതുതലമുറ ഒരു കാലഘട്ടത്തെ അറിഞ്ഞു. അസുരവിത്തും നിർമാല്യവും ഉൾപ്പെടെ മതനിരപേക്ഷതയുടെ മഹത്തായ സന്ദേശം പകരുന്ന നിരവധി രചനകളാണ് എം.ടിയുടേതായി മലയാളത്തിൽ പിറന്നത്. നാലുകെട്ട്, രണ്ടാമൂഴം, മഞ്ഞ്, പാതിരാവും പകൽ വെളിച്ചവും, അസുരവിത്ത്, ഇരുട്ടിൻ്റെ ആത്മാവ്, കുട്ടിയെടുത്തി, നിന്റെ ഓർമ്മയ്ക്ക് തുടങ്ങി എം.ടിയുടെ തൂലികയിൽ പിറന്ന ഓരോ നോവലുകളും കഥകളും മലയാള സാഹിത്യത്തെ വായിക്കുന്നവർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. മലയാളക്കരയുടെ സ്വന്തം എം.ടിക്ക് സെന്റ് ഫിലോമിനാസ് കുടുംബത്തിന്റെ ആദരാഞ്ജലികൾ. പുതുവത്സര സന്ദേശമായി നമ്മുടെ പ്രിയങ്കരിയായ ഹെഡ് മിസ്ട്രസ് മിനി ഏലിയാസ് ടീച്ചർ നമ്മളോട് കൂടെ ചേരുന്നു. റേഡിയോ പ്രിയോറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ആഗതമാകുന്ന പുതുവത്സരത്തിന്റെ ഹൃദയപൂർവകമായ ആശംസകൾ. ഓരോ പുതുവത്സര പിറവിയും നിങ്ങളെ പുതിയ സ്വപ്നങ്ങളുടെയും പുതിയ ലക്ഷ്യങ്ങളുടെയും അടുത്തെത്തിക്കാനുള്ള അവസരങ്ങളാണ്. ഈ പുതുവത്സരത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേരിടാനുള്ള ധൈര്യവും പഠനത്തിൽ മികച്ച മുന്നേറ്റവും നേടാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നല്ല സന്തോഷവും ആരോഗ്യവും നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുന്നു. കൂട്ടുകാരോടും ബന്ധുക്കളോടും കുടുംബാംഗങ്ങളോടുമൊപ്പം സ്നേഹം പങ്കുവയ്ക്കാനും പുതിയ അറിവുകൾ തേടി യാത്ര ചെയ്യാനും ഹൃദയത്തിൻ്റെ വാതിലുകൾ അതിനായി തുറന്നിടാനും മറക്കരുത്. പഠനം നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്ന താക്കോലാണ്. അതിൽ ഒരിക്കലും വിട്ടുവീഴ്ച അരുത്. സ്നേഹവും കൂട്ടായ്മയും നിലനിർത്താനും കൂട്ടുകാരുടെ വിഷമങ്ങളിൽ സഹായമായി മാറാനും ഈ വർഷം നിങ്ങൾക്ക് സാധിക്കണം. നല്ല പ്രവൃത്തികൾ ആയുസ് മുഴുവൻ നിങ്ങളെ അനുഗമിക്കും. വെളിച്ചവും വിജയവും നിറഞ്ഞ പുതുവത്സരാശംസകൾ. I wish you 12 months of happiness, 52 weeks of fun, 365 days of success, 8,760 hours of good health, 52,600 minutes of good luck, and 31,53,600 seconds of joy. Happy New Year.
മുഹമ്മദ് മുസ്തഫ രചനയിൽ സംവിധാനം നിർവഹിച്ച കപ്പേള എന്ന ചലച്ചിത്രത്തിലെ ഒരു ഗാനം നമുക്കായി ആലപിക്കുന്നു ദേവിക കൃഷ്ണൻ. കണ്ണിൽ വിടരും താരങ്ങൾ നീ, മണ്ണിൽ പുലരും പൂക്കാലങ്ങൾ നീ, നെറുകിൽ പടരാൻ ഉയര കൊണ്ട മഴയോ, കിളികൾ പറയാതിൽ വിരിഞ്ഞ കഥയോ, പുഴകളോ വഴികളോ തിരതൊടുന്ന പുതിയ കരകളോ, കനവാം തെളിയും രാത്താരം ഞാനാകാം, തളിരായി നിറയും പൂക്കാലം ഞാനാകാം, നെറുകിൽ പടരാൻ ഉയര കൊണ്ട മഴ ഞാൻ, കിളികൾ പറയാതിൽ വിരിഞ്ഞ കഥ ഞാൻ, ഇലവയിൽ ചിറകുമായി കുളിരു തുന്നുമിണകളായി നാം, നഖമുനയോരോന്നിൽ ഉതിരായി നിറമായി മഴയുടെ ചുവരിൽ, ശലഭങ്ങൾ പോൽ നീ, നഖമുനയോരോന്നിൽ ഉതിരായി നിറമായി മഴയുടെ ചുവരിൽ, ശലഭങ്ങൾ പോൽ നീ, തെരുവിൽ വർണ്ണങ്ങൾ തേടുമ്പോൾ പരവശമായി പടരും ചെടിതൻ തളിരിലകളിലൊന്നാകെ പൂവായി ചേരും ഉടലതിലാവോളം അലസമായൂരങ്ങൾ, പുതുമഴ നോൽക്കുന്നീ നിമിഷങ്ങളിൽ, ആഘോഷത്തിൻ ആവേശപ്പഴുതുകളിൽ, ആകാശങ്ങൾ മിന്നുന്നു കാണാത്തിൽ കാറ്റോടും പോലെ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. കൊച്ചിക്കാരുടെ ക്രിസ്മസ് ആഘോഷങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ എല്ലാവർക്കും താല്പര്യം കാണുമല്ലോ. കൊച്ചിൻ സ്വദേശിനിയായ നമ്മുടെ മുൻ പ്രധാന അധ്യാപിക ഗ്ലോറി ടീച്ചറുടെ വാക്കുകളിലൂടെ കൊച്ചിക്കാരുടെ കൊച്ചു വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. മഞ്ഞണിഞ്ഞ രാവിൽ സമസ്ത ലോകത്തിനും വേണ്ടി ദൈവം മനുഷ്യനായി അവതരിച്ച ധന്യമുഹൂർത്തം ക്രിസ്തുമസ്. പ്രിയരെ, എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ. ഡച്ച്, ബ്രിട്ടീഷ്, പോർച്ചുഗീസ് ആധിപത്യത്തിൻ്റെ കീഴിൽ ഏറെ കാലം കഴിഞ്ഞ ഏകനാട്ടുരാജ്യം കൊച്ചിയായതിനാൽ ഇവിടുത്തെ ആഘോഷങ്ങൾക്കെല്ലാം ഒരു ഫോറിൻ ടച്ചുണ്ട്. വിദേശികളുടെ ക്രിസ്മസ് ആഘോഷം എപ്രകാരമാണോ അതേ രീതി കൊച്ചിക്കാരും പിന്തുടർന്നു പോരുന്നു. ക്രിസ്തുമസ്, ന്യൂ ഇയർ ആഘോഷങ്ങൾ ഏറ്റവും പ്രൗഢിയോടെ കൊണ്ടാടുന്ന ഒരു പ്രദേശമാണ് കൊച്ചി. ഇതിനെ കൊച്ചിക്കാരെ വെല്ലാൻ മറ്റാരുമില്ല. കൊച്ചിയിലെ ക്രിസ്തുമസിന് ഒരു പ്രത്യേക വൈബാണ്. ഡിസംബർ മാസം ആരംഭിക്കുമ്പോഴേ ക്രിസ്തുമസിനുള്ള ഒരുക്കങ്ങളും തുടങ്ങിയിരിക്കും. കരോൾ ഗാനങ്ങൾ, നാടക റിഹേഴ്സൽ, പ്രച്ഛന്നവേഷ സജ്ജീകരണങ്ങൾ, പുൽക്കൂട് നിർമ്മാണം, നക്ഷത്രമൊരുക്കൽ, പുല്ലുവെട്ട് ഒരുക്കൽ, ട്രീ ഒരുക്കൽ ഇവയെല്ലാം മത്സരബുദ്ധിയോടെ ഓരോ വീട്ടിലും നടന്നു പോരുന്നു. കുട്ടികളും വലിയവരും നാടകങ്ങളും പ്രച്ഛന്നവേഷങ്ങളും കരോൾ ഗാനങ്ങളുമായി സന്ധ്യയാകുമ്പോഴേക്കും നിരത്തിലിറങ്ങും. ആകാശവിളക്കും നക്ഷത്രങ്ങളും പാട്ടുപെട്ടിയുമായി രാവുകൾ പകലുകളാക്കി മാറ്റും. പള്ളികളിലാകട്ടെ വിവിധതരം മത്സരങ്ങളും. മഞ്ഞിൻ്റെ തണുപ്പും ആകാശത്തെ നക്ഷത്രങ്ങളും പള്ളിമണികളും ക്രിസ്തുമസ് രാവിനെ മാസ്മരികമാക്കുന്നതുപോലെ ഓരോ വീടും അകവും പുറവും ഒരുപോലെ വൃത്തിയാക്കി ചായം പൂശുകയും ചെയ്യുന്നു. ഒരാഴ്ച മുൻപേ കേക്കും വൈനും ഉൾപ്പെടെ വിവിധ പലഹാരങ്ങൾ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്നു. ഒന്നിനും ഒരു കുറവുമില്ലാതെയുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം എല്ലാ വീടുകളിലും ഒരുക്കുന്നു. അയൽപക്കത്ത് ഭക്ഷണപ്പൊതികൾ കൈമാറുകയും ചെയ്യുന്നു. പാതിരാ കുർബാനയിൽ പങ്കെടുത്താലേ ക്രിസ്തുമസ് പൂർണ്ണമാകൂ എന്നതിനാൽ പാതിരാ കുർബാനയിൽ എല്ലാവരും സംബന്ധിക്കുന്നു. വിഭവസമൃദ്ധമായ ഭക്ഷണത്തിനു ശേഷം
തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സ്നേഹസമ്മാനം നൽകുന്ന പതിവുമുണ്ട്. വൈകുന്നേരം ബീച്ചും മൈതാനങ്ങളും വർണ്ണശോഭയാൽ നിറഞ്ഞിരിക്കുന്ന കാഴ്ച കാണാൻ വലിയ തിരക്കായിരിക്കും. ചെറുതും വലുതുമായ സാന്റകളെയും എങ്ങും കാണാം. കൊച്ചിക്കാരുടെ ക്രിസ്മസ് ഡിസംബർ 25 അവസാനിക്കുന്നില്ല. അത് ന്യൂ ഇയർ വരെ നീളുന്നു. ദിവസവും വിവിധ പരിപാടികൾ അരങ്ങേറുന്ന സ്റ്റേജുകൾ എങ്ങും കാണാം. മുത്തച്ഛൻ എന്ന് അർത്ഥം വരുന്ന പപ്പാഞ്ഞിയെ ഡിസംബർ 31 കത്തിക്കുന്നതോടുകൂടി പഴയ വർഷം പിന്മാറി പുതുവർഷം പിറക്കുന്നു. ഫോർട്ട് കൊച്ചി കാർണിവലിൻ്റെ തിരക്ക് പറഞ്ഞറിയിക്കാനാവില്ല. വിദേശികളുടെ കല്ലറകളും സ്മാരകങ്ങളും കെട്ടിടങ്ങളും പള്ളികളും ചീനവലയും കൊച്ചിയെ സന്ദർശകരുടെ പറദീസയാക്കി മാറ്റിയിരിക്കുന്നു. ഒപ്പം കാർണിവലും. ക്രിസ്തുമസ് ആഘോഷിക്കാനായി മാത്രം എത്തുന്നവരും ഏറെയാണ്. കൊച്ചിക്കാർക്ക് ക്രിസ്തുമസ് ഉത്സവം തന്നെയാണ്. മനസ്സ് നിറയ്ക്കുന്ന ഉത്സവം, പ്രതീക്ഷയുടെ ഉത്സവം. ഏവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. താളമുള്ള എല്ലാത്തിനും സംഗീതമുണ്ട്. നമ്മുടെ ശ്വസനത്തിന് പോലും ഒരു താളമുണ്ട്. അകലം തോറും അടുക്കുന്ന അതിർവരമ്പുകളില്ലാത്ത ഒന്നാണ് സംഗീതം. ഓർമ്മകളെ നെഞ്ചിലേറ്റുവാനും മുറിവുകൾക്ക് മരുന്നാവാനും സംഗീതത്തിന് കഴിയും. ജീവിതം ഒരു ഗാനമാണ്. കണ്ണീരും പുഞ്ചിരിയുമാണ് അതിലെ വരികൾ. സ്നേഹവും വിശ്വാസവും അതിൻ്റെ സംഗീതവും. കീബോർഡിൽ വിരലുകൾ ചലിപ്പിച്ചുകൊണ്ട് സംഗീതത്തിൻ്റെ മാസ്മരിക ലോകത്തിലേക്ക് നമ്മെ ആനയിക്കുന്നു മെർഷൽ MS.
ആത്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതിന്റെ 10ാം വാർഷികം നമ്മുടെ ഇടവക സാഘോഷം കൊണ്ടാടുമ്പോൾ ഇടവക വിദ്യാലയത്തിനും ഇതൊരു ധന്യമുഹൂർത്തം തന്നെ. ചാവറയച്ഛൻ്റെ ആത്മാനുതാപം എന്ന മലയാള കൃതിയെ സംസ്കൃതത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നമ്മുടെ വിദ്യാലയത്തിലെ സംസ്കൃത അധ്യാപികയായ വിജയലക്ഷ്മി ടീച്ചറാണ്. ചാവറയച്ഛനെക്കുറിച്ചുള്ള ടീച്ചറിൻ്റെ വാക്കുകളും ആത്മാനുതാപം എന്ന കൃതിയിലെ ഏതാനും വരികൾ ടീച്ചറിൻ്റെ ഭർത്താവ് ശ്രീ സുനിൽകുമാർ ആലപിക്കുന്നതും തുടർന്ന് സംസ്കൃത പരിഭാഷയിലെ ഏതാനും വരികളും നമുക്ക് ശ്രവിക്കാം. 19ാം നൂറ്റാണ്ടിൻ്റെ ഏടുകളിൽ തങ്കലിപികളാൽ ചാർത്തപ്പെട്ട ഒരു ജീവിതം. താപസൻ്റെ ആർദ്രതയിൽ സമസ്ത ലോകത്തിനും ഹൃദയത്തിൽ ഇടം നൽകിയവൻ. പ്രവാചകൻ്റെ ഗാംഭീര്യത്തോടെ മാറ്റത്തിൻ്റെ ചക്രവാളങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയവൻ. ഒരു പുരുഷായുസ്സുകൊണ്ട് ചെയ്യാവുന്നതിലും അധികം നന്മകൾ ചെയ്തു കൂട്ടിയ ചാവറ പിതാവ്. മറ്റുള്ളവർ തങ്ങളുടെ പ്രസംഗങ്ങളിലൂടെ, പുസ്തകങ്ങളിലൂടെ, സെമിനാർ പേപ്പറുകളിലൂടെ, ഡോക്യുമെൻ്ററികളിലൂടെ ചാവറയച്ചൻ്റെ ബഹുമുഖ വ്യക്തിത്വത്തെക്കുറിച്ച് പല വർണ്ണചിത്രങ്ങളും വരച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ചാവറയച്ചൻ തന്നെക്കുറിച്ച് തന്നെ വരച്ചിട്ടുള്ള ഒരു ചിത്രമുണ്ട്. അത് കാണണമെങ്കിൽ ആത്മാനുതാപം എടുത്തു വായിച്ച് ധ്യാനിച്ചാൽ മതി. ഹൃദയത്തിൽ തിങ്ങി നിറഞ്ഞ ആ ആത്മബോധം ആത്മാനുതാപമായി പുറത്തേക്കൊഴുകി. ആത്മാനുതാപത്തിലെ 3ാം അധ്യായത്തിൽ തിരുപ്പിറവി മുതലുള്ള യേശുനാഥൻ്റെ ജീവിത മുഹൂർത്തങ്ങളെ ചേതോഹരമായി കോർത്തിണക്കിയിരിക്കുന്നു. കവിഹൃദയം സുവിശേഷ വഴിയിലെ ഓരോ പ്രതിസന്ധികളിലും യേശുരൂപം കാണാകേണം എന്ന് ഇടതടവില്ലാതെ മന്ത്രിക്കുന്നു. ജപമന്ത്രം ഉരുക്കഴിക്കും പോലെ. വിശുദ്ധ ചാവറയച്ചൻ്റെ ജീവിതത്തെ ഭാരതീയ സന്യാസത്തിൻ്റെ ആത്മാവുമായി ബന്ധപ്പെടുത്തി സംസ്കൃത പണ്ഡിതനായ ഡോക്ടർ ജോജോ പാറേക്കാട്ടിൽ CMI എഴുതിയ തത്വമസിക്കൊരു ചാവറ ഭാഷ്യം എന്ന ഗ്രന്ഥം ചാവറ പ്രാർത്ഥനയായ ആത്മാനുതാപത്തിൻ്റെ സംസ്കൃത തർജ്ജമയോടെ ആരംഭിക്കുന്നു. ജോജോ അച്ഛനും സുഹൃത്തുക്കളും ചേർന്ന് ഈണം നൽകി തയ്യാറാക്കിയ ആത്മാനുതാപത്തിൻ്റെ സംസ്കൃത വിവർത്തനം നമുക്ക് ശ്രവിക്കാം. കാരുണ്യനാഥനാം ദൈവകുമാരൻ്റെ ആരുണ്യശോഭയെ കാണാകണം. കാരുണ്യവാരിധിയായ താൻ മാനുഷ കാരണം പാപാതി നീക്കുവാനായി മാനുഷ നീചവേഷത്തെ ധരിച്ചൊരു മാനുഷത്രാതാവെ കാണാകണം. കാരുണ്യനാഥനം ദൈവകുമാരൻ്റെ ആരുണ്യശോഭയെ കാണാകണം. ആരുണ്യശോഭയെ കാണാകണം. കാരുണ്യനാഥस्य ദേവകുമാരस्य ആരുണ്യശോഭാം ച ദർശനീയം. കാരുണ്യനാഥस्य ദേവകുമാരस्य ആരുണ്യശോഭാം ച ദർശനീയം. കാരുണ്യവാരിധി മാനുഷകാരണം പാപാദി ഉച്ചാടനാർത്ഥം. മാനുഷ നീച വേഷം ധൃതേഘ മാനുഷധാധാരം ദർശനീയം. കാരുണ്യനാഥस्य ദേവകുമാരस्य ആരുണ്യശോഭാം ച ദർശനീയം. കാരുണ്യനാഥस्य ദേവകുമാരस्य ആരുണ്യശോഭാം ച ദർശനീയം. കോമലനേത്രേണ മാതരം പശ്യന്തും
सुन्दरबालकं दर्शनीयम् मन्दहासेन स्नेहाग्निज्वालितं सुन्दर आदरं दर्शनीयम् कारुण्यनादस्य देवकुमारस्य आरुण्यशोभां च दर्शनीयम् कारुण्यनादस्य देवकुमारस्य आरुण्यशोभां च दर्शनीयम् स्नेहाधिक्येन क्षीरं दुहितां मोहेन दत्तं तद्दर्शनीयम् कोमलपुत्रस्य क्षीरपानं दृष्ट्वा मातुः भक्तिं च दर्शनीयम् कारुण्यनादस्य देवकुमारस्य आरुण्यशोभां च दर्शनीयम् कारुण्यनादस्य देवकुमारस्य आरुण्यशोभां च दर्शनीयम् നമുക്കിനൊരു ഇംഗ്ലീഷ് പൂം ആസ്വദിച്ചാലോ? ദാ ക്രിസ്റ്റിന റെഡി ആണ് ട്ടോ. Hello everyone, my name is Christina. Today I'm going to recite a very inspiring poem written by Douglas Malloch. The title of the poem is Be the Best of Whatever You Are. Here goes the poem. If you can't be a pine on the top of the hill, be a scrub in the valley, but be the best little scrub by the side of the rill. Be a bush if you can't be a tree. If you can't be a bush, be a bit of the grass, and some highway happier make. If you can't be a muskie, then just be a bass, but the liveliest bass in the lake. We can't all be captains. We have got to be crews. There is something for all of us here. There is big work to do and there is lesser to do. And the task you must do is the near. If you can't be a highway, then just be a trail. If you can't be the sun, be a star. It isn't by size that you win or you fail. Be the best of whatever you are. Thank you. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഇനി നമുക്കൊരു കഥാസ്വാദനമായാലോ? KP രാമനുണ്ണി എഴുതിയ അച്യുതമാമ എന്ന കഥാസ്വാദനം നടത്തുന്നത് ദേവിക പിച്ചു. ജീവിതത്തെ അതേപടി പകർത്തുകയോ രേഖപ്പെടുത്തുകയോ അല്ല, ജീവിത വീക്ഷണത്തോടെ പുനഃസൃഷ്ടിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നവനാണ് സാഹിത്യകാരൻ എന്ന കാഴ്ചപ്പാട് പുലർത്തുന്ന സാഹിത്യകാരനാണ് KP രാമനുണ്ണി. അദ്ദേഹത്തിന്റെ അച്യുതമാമ എന്ന കഥ നമുക്ക് പരിചയപ്പെടാം. ആധുനിക മനുഷ്യന്റെ തിരക്കുപിടിച്ച ജീവിതാവസ്ഥകളെ ഏറ്റവും സൂക്ഷ്മമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ചെറുകഥയാണ് അച്യുതമാമ. പേര് സൂചിപ്പിക്കുന്നത് പോലെ അച്യുതൻ എന്ന അമ്മാവനും മാധവൻ എന്ന അനന്തരവനുമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ബാല്യകാലത്ത് തന്നെ അച്ഛൻ മരിച്ചുപോയ മാധവനെ ഒരു കുറവും വരുത്താതെ സംരക്ഷിച്ചു വളർത്തിയത് അച്യുതമാമയാണ്. എന്നാൽ വളർന്ന് ഒരു ജോലിക്കാരനായി മാറിയപ്പോൾ അച്യുതമാമയുടെ വിവരങ്ങൾ അന്വേഷിക്കുവാൻ മാധവന് തീരെ സമയമില്ലാതായി. ഒടുവിൽ മാധവന്റെ തിരക്കുകൾക്കിടയിൽ എന്തോ അത്യാവശ്യ കാര്യം പങ്കുവെക്കുവാനായി അച്യുതമാമ പല പ്രാവശ്യം വന്നെങ്കിലും അദ്ദേഹത്തെ ഒന്ന് കേൾക്കുവാൻ ജോലി സംബന്ധമായ തിരക്കുകൾ മൂലം മാധവന് കഴിഞ്ഞില്ല. ജോലി തിരക്കും മൊബൈൽ ഫോണും കവർന്നെടുത്ത സമയങ്ങൾക്കൊടുവിൽ മാധവനെ കാണുവാൻ പോലും കിട്ടാത്ത സാഹചര്യത്തിൽ തനിക്ക് പറയാനുള്ളത് പറയാതെ അത്യാവശ്യ കാര്യങ്ങൾ ഒരു കടലാസിൽ എഴുതി മാധവന്റെ അടുക്കലെത്തിച്ച് എവിടേക്കോ യാത്രയായ അച്യുതമാമ വായനക്കാരുടെ നൊമ്പരമാവുന്നു. എന്നാൽ ചിന്ത തന്നിലേക്കായാൽ താനും ഒരു മാധവനല്ലേ എന്ന് ഈ കഥ വായനക്കാരെ ചിന്തിപ്പിക്കുന്നു. തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഓടുന്ന മനുഷ്യരാണ് ഇന്നത്തെ സമൂഹത്തിന്റെ നേർക്കാഴ്ച. ആർക്കും ആരെയും കാണുവാനോ കേൾക്കുവാനോ ആശ്വസിപ്പിക്കുവാനോ സ്വീകരിക്കുവാനോ സമയമില്ലാത്ത അവസ്ഥ. സമൂഹത്തിന് നേർക്ക് പിടിച്ച കണ്ണാടിയാണ് സാഹിത്യം എന്ന പ്രസ്താവന വാസ്തവം തന്നെ എന്ന് പ്രഖ്യാപിക്കുന്ന ഈ കഥ വായിക്കുവാൻ
ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. മാപ്പിളപ്പാട്ടിന്റെ താളവുമായി ഇതാ ഇർഫാനെയും കൂട്ടുകാരും എത്തിയല്ലോ. അഹദിന്റെ നൂറായി പതിമക്ക തുതിക്കുന്നു, നബിദൂതർ പിറക്കുന്നു, അജബിന്റെ ഒളിവായി പതിവായി ജ്വലിക്കുന്നു, പരിഹാരം അരുളുന്നു. ആമിന ബീവി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചു റയോന് സ്തുതിച്ചു, മനമുള്ളിൽ സുഹുറാവുന്നേ മുത്തിൻ വജ്ഹവർ തളർത്തിടുന്നേ, കൽബിൽ പെരുത്ത മുഹബത്തലയൊരുത്തനെ വാഴ്ത്തി, അൽഹംദിനുടയോനേ യാ റഹ്മാനേ. അഹദിന്റെ നൂറായി പതിമക്ക തുതിക്കുന്നു, നബിദൂതർ പിറക്കുന്നു, അജബിന്റെ ഒളിവായി പതിവായി ജ്വലിക്കുന്നു, പരിഹാരം അരുളുന്നു. ആമിന ബീവി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചു റയോനെ സ്തുതിച്ചു, മനമുള്ളിൽ സുഹുറാവുന്നേ മുത്തിൻ വജ്ഹവർ തളർത്തിടുന്നേ, കൽബിൽ പെരുത്ത മുഹബത്തലയൊരുത്തനെ വാഴ്ത്തി, അൽഹംദിനുടയോനേ യാ റഹ്മാനേ. മലക്കുകളിറങ്ങുന്നു നബിയിൽ തത്സമയം, മണിമുത്തിൻ പിറവിയിൽ അജബുകൾ പലതും, മലക്കുകളിറങ്ങുന്നു നബിയിൽ തത്സമയം, മണിമുത്തിൻ പിറവിയിൽ അജബുകൾ പലതും, സാമതടാകം വറ്റി വരണ്ടു ലാത്തയും മുസ്സയും പൊട്ടിയുടഞ്ഞു ഞെട്ടി, കുഫർ പൊട്ടി ജന്നാത്തിലെ നൂറൊളി കാരണമായി ജഹലിന്റെ ഉള്ളിറയോനവൻ പൂട്ടി, അൽഹംദിനുടയോനേ യാ റഹ്മാനേ. അഹദിന്റെ നൂറായി പതിമക്ക തുതിക്കുന്നു, നബിദൂതർ പിറക്കുന്നു, അജബിന്റെ ഒളിവായി പതിവായി ജ്വലിക്കുന്നു, പരിഹാരം അരുളുന്നു. ആമിന ബീവി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചു റയോനെ സ്തുതിച്ച്, മനമുള്ളിൽ സുഹുറാവുന്നേ മുത്തിൻ വജ്ഹവർ തളർത്തിടുന്നേ, കൽബിൽ പെരുത്ത മുഹബത്തലയൊരുത്തനെ വാഴ്ത്തി, അൽഹംദിനുടയോനേ യാ റഹ്മാനേ. പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. ഹെൽത്ത് ഈസ് വെൽത്ത്. ആരോഗ്യമാണ് പരമപ്രധാനം. ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു ദേവിക ബേബി. നമ്മുടെ ഇടയിൽ ഏറെ ആളുകളിൽ കാണുന്ന ഒരു പ്രധാന രോഗമാണ് പ്രമേഹം. എന്താണ് പ്രമേഹം? നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിഞ്ഞാലോ? രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന അവസ്ഥയാണ് പ്രമേഹം. നാം കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗ്ലൂക്കോസിനെ ശരീര കോശങ്ങൾക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഈ ഗ്ലൂക്കോസ് ആണ് നമ്മുടെ ദൈനംദിന ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജത്തിന്റെ സ്രോതസ്സ്. നമ്മുടെ ഉദരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇൻസുലിന്റെ ഉൽപാദനം കുറയുകയോ ഇൻസുലിന്റെ പ്രവർത്തനക്ഷമത കുറയുകയോ ചെയ്താൽ ഭക്ഷണത്തിലൂടെ ശരീരത്തിലെത്താറുള്ള ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാറില്ല. ഗ്ലൂക്കോസ് രക്തത്തിൽ കുമിഞ്ഞുകൂടുന്നു. ഈ അവസ്ഥയാണ് പ്രമേഹം. പ്രമേഹം ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? രക്തത്തിലെ പഞ്ചസാര ഭക്ഷണത്തിന് മുമ്പ് 120 മില്ലിഗ്രാമിലും ഭക്ഷണത്തിന് ശേഷം 200 മില്ലിഗ്രാമിലും കൂടിയാൽ പ്രമേഹം ഉണ്ടെന്ന് ഉറപ്പിക്കാം. മേൽപ്പറഞ്ഞ അളവുകൾ യഥാക്രമം 100 മില്ലിഗ്രാമിനും 120 മില്ലിഗ്രാമിനും ഇടയിലും ഭക്ഷണശേഷം 140 മില്ലിഗ്രാമിനും 200 മില്ലിഗ്രാമിനും മധ്യേനയുള്ള അവസ്ഥയാണ് പ്രീ ഡയബറ്റിക് സ്റ്റേജ്. ഇപ്പോൾ എല്ലാവർക്കും പ്രമേഹം എന്താണെന്ന് അറിയാമല്ലോ. നന്ദി. ഏതവസരത്തിലും ഒരു മടിയും കൂടാതെ നമ്മളെ എന്റർടൈൻ ചെയ്യുന്ന എയ്ഡൻ മങ്കീപ്പൻ എന്ന സിനിമയിലെ ഒരു ഗാനവുമായി നമ്മളുടെ മുന്നിൽ വരുന്നു. തീരമേ തീരമേ നീരുമല കടലാഴമേ ദൂരമേ ഹൃദയദ്വീപിലുദിച്ച ശോണരൂപനൻ സൂര്യനെ തീഷ്ണമായി പുൽകകിരണകരങ്ങളാൽ ഇവളെ നീ ആകാശമേ കഥയിലെ ഹൂറിയൂ ഞാൻ കടൽ നടുക്കോ നിന്റെ മരതക ഗൃഹം കരുതി വെച്ചു നീ
പരിചിതപുരം. ഇവിടെ മോശരണാലയം നീ തരും കരുണാകരം. നമ്മളെത്തിയ പവിഴദ്വീപഗൃഹം തേടിയ തീരം ദൂരം. രാരിവൾ പകലിനെ സ്നേഹാന്തമായി ജനൽ സൂര്യനായി മീളിടുമ്പോഴൻ പ്രാണനിൽ പകലു നിരന്തർ കടൽ. ചിരം നീ പെരും കടലനുരാഗമേ. ഒരേ രാഗതാളങ്ങളായി നീർന്നിതാ മിനി കൊയ് തീരങ്ങൾ താരാട്ടായി പുലക്കാറ്റായി നീ അരികിൽ ഞാനറിയാതാലോലമ. കഥയിലെ ഹൂരിയു ഞാൻ കടൽ നടുക്കോ നിന്റെ മരതക ഗൃഹം കരുതി വെച്ചു നീനിക്കായി സ്വപ്നമധുരിതപുരം. ഇവിടെ നിൻ പ്രണയാലയം നിന്റെ പ്രാർത്ഥനയായിടം. നമ്മളെത്തിയ പവിഴദ്വീപഗൃഹം തേടിയ തീരം ദൂരം. തീരമേ തീരമേ നീറുമലകടലാഴമേ ദൂരമേ. ഹൃദയദ്വീപിലുദിച്ച ശോണരൂപനിൻ സൂര്യനെ തീഷ്ണമായി പുൽക കിരണകരങ്ങളാൽ ഇവളെ നീ ആകാശമേ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഈ പുതുവത്സരത്തിൽ രുചികരമായ റെസിപ്പിയുമായി നമ്മളോട് കൂടെ ചേരുന്നു നെൽഗ. Hi guys, let's make a chicken soup today. Ingredients: chicken 2 cups, milk 1/4 cup, corn flour 1 teaspoon, pepper powder 1/4 teaspoon, tomato sauce 2 teaspoon, salt as required. Method: clean chicken pieces, add salt and water and cook till tender. When cool, blend it for 5 minutes. Add little water, milk, mix corn flour and add to the chicken paste. Boil it and when thick, add tomato sauce, salt and pepper. Garnish with chopped coriander leaves and serve hot. Your chicken soup is ready. Enjoy it. Thank you. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുമല്ലോ. In a world where women's voices are often silenced, Maya Angelou's Phenomenal Woman stands as a testament to the power of female expressions. This iconic poem is a declaration of self-love, self-acceptance, and self-empowerment. Let us be inspired by the words of this phenomenal woman as Erlin Salita recites this powerful poem. Pretty woman wonder where my secret lies. I'm not cute or built to suit a fashion model size, but when I start to tell them, they think I'm telling lies. I say, it's in the reach of my arms, the span of my hips, the stride of my step, the curl of my lips. I'm a woman, phenomenally phenomenal woman. That's me. I walk into a room just as cool as you please, and to a man, the fellows stand or fall down on their knees. Then they swarm around me, the hive of honeybees. I say, it's in the fire in my eyes, the flash of my teeth, the swing in my waist, and the joy of my sweet. I'm a woman, phenomenally phenomenal woman. That's me. Men themselves have wondered what they see in me. They try so much, but they can't touch my inner mystery. When I try to show them, they say they still can't see. I say, it's in the arc of my back, the sun of my smile, the ride of my breast, the grace of my style. I'm a woman, phenomenally phenomenal woman. That's me. Now you understand why my head's not bowed. I don't shout or jump about or have to talk real loud. When you see me passing,
It's out to make you proud, I say. It's in the click of my heels, the blend of my hair, the palm of my hand, the need of my care. Because I'm a woman, phenomenally phenomenal woman. That's me. Thank you. പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ? ഇതാ നല്ലൊരു പാട്ടുമായി ശ്രീനന്ദ നമ്മളോട് കൂടെ ചേരുന്നു. മഴ കാത്തു കഴിയുന്ന മനസ്സിൻ്റെ വേഴാമ്പൽ ഒരു മാറി മുകിലിനെ പ്രണയിച്ചു പോയി. പൂവമ്പനമ്പലത്തിൽ പൂജയ്ക്കു പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ അണിയിക്കും ഞാൻ. ആ ആ ആ ആ ആ വാനിടം മംഗളമാലപിക്കേ ഓമനെ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഈറൻ മേഘം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സൗപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളെ കുറിച്ച് ഇതാ നമ്മളോട് പറയുന്നു നേഹ ഷൈൻ. നമ്മുടെ തിരക്കേറിയ ജീവിത രീതിയിൽ നിന്നും മാറി വളരെ ശാന്തമായ മനോഹരമായ ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പോകാൻ പറ്റിയ 2 സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് സ്ഥലങ്ങൾ കണ്ടാലോ? ഒന്നാമത്തേത് മാമലക്കണ്ടം. കാടിന് നടുവിലെ അതിമനോഹരമായ ഗ്രാമമാണ് മാമലക്കണ്ടം. നഗരത്തിലെ ബഹളങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കുന്ന ഈ ഗ്രാമം സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. കുന്നുകളും നീരരുവികളും കാട്ടുചോലകളുമെല്ലാം മാമലക്കണ്ടത്തിന് ഭംഗി പകരുന്നു. എറണാകുളത്ത് സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള ആദ്യത്തെ സ്കൂളാണ് മാമലക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ. 1200 അടി ഉയരമുള്ള മലയിലാണ് മുനിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. മുനിപ്പാറയിലേക്ക് പോകാൻ ട്രക്കിംഗ് സൗകര്യമുണ്ട്. ഉരുളിക്കുഴി വാട്ടർഫോൾസ്, ചാമപ്പാറ വാട്ടർഫോൾസ് ഇതെല്ലാം വളരെ മനോഹരമായ അവിടുത്തെ വെള്ളച്ചാട്ടങ്ങളാണ്. രണ്ടാമത്തേത് ഹിൽ പാലസ്. കൊച്ചിയുടെ ഭരണകർത്താക്കളായിരുന്ന രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു എറണാകുളത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെ തൃപ്പൂണിത്തറയിലുള്ള കുന്നിന്മേൽ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഹിൽ പാലസ്. 1865 പണിതീർത്ത ഈ കൊട്ടാരം രാജകുടുംബത്തിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത ശേഷം സംസ്ഥാനത്തെ ആദ്യത്തെ പുരാവസ്തു മ്യൂസിയമായി മാറി. ചുറ്റും റോഡുകളും വൻമരങ്ങളും നിറഞ്ഞ വലിയ തോട്ടം വലയം ചെയ്യുന്നതാണ് ഈ കൊട്ടാരവളപ്പ്. തട്ടുതട്ടായി തിരിച്ച 52 ഏക്കറോളം വരുന്ന ഉദ്യാനം മ്യൂസിയത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഓയിൽ പെയിന്റിങ്സ്, വാൾ പെയിന്റിങ്സ്, ശില്പങ്ങൾ, താളിയോലകൾ, കൊച്ചി മഹാരാജാക്കന്മാരുടെ അമൂല്യമായ വസ്തുക്കൾ, രാജസിംഹാസനങ്ങൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രശസ്ത സിനിമയായ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. ഈ വെക്കേഷൻ ആസ്വദിക്കാൻ പറ്റിയ 2 സ്ഥലങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ലെറ്റ്സ് ഗോ ആൻഡ് എൻജോയ്. എല്ലാവരും ട്രിപ്പൊക്കെ പോയി വെക്കേഷൻ എൻജോയ് ചെയ്യുക. താങ്ക് യു. പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. As we conclude this New Year special episode from St. Philomena's High School, Kunnamau, let us embrace the beauty of new beginnings. As Oprah Winfrey reminds us, cheers to a new year and another chance for us to get it right. May this year be filled with opportunities, love and success. Wishing each of you a bright and blessed new year ahead. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ